നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. കർമ്മഫലം അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെയൊന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിപ്പോൾ പറയുന്നത് എന്ന ചോദ്യം അത് കുറച്ചുകൂടി പ്രസക്തമാണ്. കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ കുടുംബത്തിലെ ജോർജ് കുര്യൻ സഹോദരൻ രഞ്ജു കുര്യനെയും അമ്മാവൻ മാത്യൂസ് കറിയയെയും 2022 വെടിവെച്ച് കൊന്നത്. ഇപ്പോൾ ജോർജ് കുര്യനെ കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. 1950 ശബരിമലയിൽ ഒരു തീവയ്പുണ്ടായി. അന്ന് ആ കേസ് അന്വേഷിച്ചത് മദ്രാസ് സർവീസിലായിരുന്ന DIG കേശവ മേനോനായിരുന്നു. DIG കേശവ മേനോൻ്റെ കണ്ടെത്തലുകൾ അന്ന് സർക്കാർ പുറത്തുവിട്ടില്ല. പിന്നീട് 1956 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യം ഒരു വർഷം കഴിഞ്ഞ് 1957 ഡിസംബർ 13 കേരള നിയമസഭയുടെ മേശപ്പുറത്ത് ആ റിപ്പോർട്ട് വെച്ചു. ശബരിമല റിപ്പോർട്ട് പുറത്തുവിടും എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായിട്ടാണ് അന്ന് ഇടതുപക്ഷ മുന്നണി വോട്ട് പിടിച്ചത് തന്നെ. എന്നാൽ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അടിസ്ഥാനമില്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ആ റിപ്പോർട്ട് തള്ളി. അത് ഒരു പരിധിവരെ സത്യവുമായിരുന്നു. പലവിധ കാരണങ്ങൾ കൊണ്ട് അന്ന് ശബരിമലയിൽ ആ ഒരു തീ വെച്ചത് ആരൊക്കെ ആയിരുന്നു എന്ന് വ്യക്തമായ തെളിവുകളോടെ സ്ഥാപിക്കുവാൻ കേശവ മേനോനും കൂട്ടർക്കുമായില്ല. 1950 ജൂൺ 16 ക്ഷേത്രം തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത പുറം ലോകം അറിയുന്നതും പോലീസ് അറിയുന്നതും. 1125 ഇടവം 6, അതായത് 1950 മെയ് മാസം 20 പൂജയ്ക്ക് ശേഷം നട അടച്ച് ശാന്തിക്കാരനും സംഘവും ക്ഷേത്രം അടച്ചുപോകുന്നു. പിന്നീട് മിഥുനമാസ പൂജകൾക്കായി ജൂൺ മാസം 14 നട തുറക്കുവാനായി ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടെ കണ്ട കാഴ്ച മേൽശാന്തിയെയും സംഘത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ക്ഷേത്രം വെന്ത വെണ്ണീറായിരിക്കുന്നു. അന്ന് ഇന്നത്തെ പോലെ ശബരിമലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ താമസിക്കുന്ന പതിവില്ല. മാത്രമല്ല, ശാന്തിക്കാരൻ നട അടച്ചു പോയാൽ ക്ഷേത്രവും പരിസരവും പൂർണ്ണമായും വിജനമായിരിക്കും. ഈ ഒരു സാഹചര്യം നിലനിന്ന സമയത്താണ് ഇത്രയും വലിയ ഒരു അക്രമം അരങ്ങേറിയത്. അക്രമികൾ ശ്രീകോവിൽ വെട്ടിപ്പൊളിച്ചാണ് അകത്ത് കടന്നത്. അത് വെളിവാക്കുന്ന രീതിയിലുള്ള വെട്ടുകളുടെ പാടുകൾ ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്ന വാതിലിൽ ഉണ്ടായിരുന്നു. അയ്യപ്പൻ്റെ വിഗ്രഹം തകർക്കപ്പെട്ടിരുന്നു. വിഗ്രഹത്തിൻ്റെ തലയും ഇടത് കൈപ്പത്തിയും വിരലുകളും ഛേദിക്കപ്പെട്ടിരുന്നു. വിഗ്രഹത്തിൻ്റെ മുഖത്തും നെറ്റിയിലും വെട്ടിൻ്റെ പാടുകളുണ്ടായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ഉപേക്ഷിച്ചിരുന്ന കോടാലിയിൽ പിച്ചളയുടെ അംശങ്ങളും കാണപ്പെട്ടു. ശ്രീകോവിലിൽ ഒരു മണ്ണെണ്ണ റാന്തൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടതായി ശാന്തിക്കാരൻ മൊഴി നൽകിയിരുന്നു. ക്ഷേത്രത്തിൽ ഒരു മണ്ണെണ്ണ വിളക്കൊട്ടും സാധാരണമല്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇതെല്ലാം കേശവ മേനോൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞ വസ്തുതകളായിരുന്നു. കേശവ മേനോൻ നടത്തിയ കൂടുതൽ പരിശോധനയിൽ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലായി. ക്ഷേത്രം തീ വെച്ച് നശിപ്പിക്കാൻ ഏറ്റവും കുറഞ്ഞത് 12 മണിക്കൂർ എങ്കിലും വേണ്ടി വന്നിരിക്കും എന്നും ഒന്നിലധികം ആൾക്കാർ ഒന്നിലേറെ ദിവസങ്ങൾ അവിടെ തങ്ങിയതിന് ശേഷമാണ് ഈ കൃത്യം നടത്തിയതെന്നും ക്ഷേത്രത്തിൻ്റെ കഴുക്കോലുകൾ പിച്ചളത്തകിടുകൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീ പിടിപ്പിക്കാൻ മണിക്കൂറുകളുടെ പ്രയത്നം വേണ്ടി വന്നിരിക്കാമെന്നും കേശവ മേനോൻ തൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കത്തിയ കഴുക്കോലുകൾക്കിടയിൽ കാണപ്പെട്ട തുണികളും അതിൽ നെയ് മുക്കിയിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് കണ്ടെത്താനായ തെളിവുകളായിരുന്നു. ക്ഷേത്രത്തിന് എന്നാണ് തീ വെച്ചത് എന്ന് കണ്ടുപിടിക്കുക വളരെ ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. കാരണം കൃത്യം നടന്നത് കണ്ടവർ ആരുമില്ല. തീ വെച്ച സംഭവം തന്നെ പുറത്തറിയുന്നത് ശാന്തിക്കാരൻ നട അടച്ചു പോയതിന് ശേഷം പിന്നീട് നട തുറക്കാൻ എത്തുമ്പോഴാണ്. ഏകദേശം 24 ദിവസത്തെ ഇടവേള. ഒരു കേസിൻ്റെ അന്വേഷണത്തിന് കൃത്യമായ തീയതിയും സമയവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എങ്കിൽ ഇവിടെ അതുതന്നെ തീരുമാനിക്കാനാകാത്ത അവസ്ഥ അന്വേഷണത്തിന് വലിയ ഒരു തടസ്സമായിരുന്നു എന്നും കേശവ മേനോൻ പറയുന്നുണ്ട്. കാട്ടിലെ മലമ്പണ്ടാര സമുദായവാസിയായ നീലകണ്ഠനിൽ നിന്നും അദ്ദേഹത്തിന് ചില വിലപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു. നീലകണ്ഠനിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇടവം 17 മഴ ആരംഭിച്ചു എന്നും ഇടവം 6 11 ഇടയ്ക്ക് ക്ഷേത്ര പരിസരത്ത് നിന്ന് പുക ഉയരുന്നത് അദ്ദേഹം കണ്ടു എന്നുമായിരുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീ വെച്ചത് 1125 ഇടവം 6 11 ഇടയ്ക്കായിരിക്കണമെന്ന് കേശവ മേനോൻ തൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. സർക്കാരിനും പോലീസിനുമെല്ലാം 1950 ജൂൺ 16 തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് കേശവ മേനോനെ
അന്വേഷണത്തിനായി നിയമിക്കുന്നത്. അതും 4 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ആ നിയമനം, അതായത് സെപ്റ്റംബർ 10-ന്. നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി കുറ്റവാളികൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന കാര്യത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ശബരിമലയിലെ ആ തീപിടുത്തം യാദൃശ്ചികമായ ഒരു സംഭവമായിരുന്നില്ല. ചിലരെല്ലാം ചേർന്ന് നടത്തിയ ഗൂഢാലോചനയെ തുടർന്ന് ക്ഷേത്രം മനഃപൂർവ്വം നശിപ്പിക്കണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് തീ വെച്ചതായിരുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അത് രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാക്കുമെന്നും മതവിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിതിരിവിനും ഒരുപക്ഷെ അതൊരു സാമുദായിക സംഘർഷത്തിലേക്കും നീങ്ങിയേക്കാം എന്നുമായിരുന്നു സർക്കാരിൻ്റെ ഒരു വാദം. ആ സമയത്താണ് അന്നത്തെ ഭരണകക്ഷിയുടെ പ്രമുഖനായ നേതാവും കോൺഗ്രസ് പ്രസിഡൻറ്റുമായിരുന്ന സി കേശവൻ്റെ വിവാദമായ ഒരു പ്രസ്താവന പുറത്തു വന്നത്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. കാര്യങ്ങൾ വഷളാക്കുവാൻ മാത്രമേ അത് ഉപകരിച്ചുള്ളൂ. റിപ്പോർട്ട് അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. സംഭവം നടന്ന ആ സമയത്ത് ശബരിമല വനപ്രദേശത്ത് നായാട്ട് സംഘങ്ങളല്ലാതെ ആ പ്രദേശത്തെ ചില മുതലാളിമാരുടെ സാന്നിധ്യം അദ്ദേഹം പറയുന്നുണ്ട്. കരിമ്പനാൽ കൊച്ചുകുഞ്ഞു മുതലാളി, ഞെല്ലമിറ്റത്ത് കുട്ടിയച്ചൻ, പൊടിമറ്റത്ത് വർഗീസ്, കരിപ്പാപറമ്പിൽ ദേവസ്യ, പൊട്ടംകുളം തോമസ്, വടക്കേപ്പറമ്പിൽ തൊമ്മൻ, കരിമ്പനാൽ തോട്ടം റൈറ്റർ ഔസേഫ്, ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ചുറ്റിപ്പറ്റിയാണ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നത്. ഇവരായിരുന്നു ഗൂഢാലോചന നടത്തി ക്ഷേത്രം നശിപ്പിച്ചത് എന്നായിരുന്നു റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. എന്നാൽ ഇവരെ കുറ്റം ചാർത്തി വിചാരണ ചെയ്യുവാൻ തക്ക തെളിവുകൾ ലഭിക്കാത്തതിനാൽ ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുവാൻ കഴിയില്ല എന്നായിരുന്നു കേശവ മേനോൻ തൻ്റെ റിപ്പോർട്ടിൽ അഭിപ്രായപ്പെട്ടത്. കരിമ്പനാൽ KT അബ്രഹാം ഒരു നായാട്ട് സംഘവുമായി ആ പ്രദേശത്ത് ആ സമയത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു എന്നും അവരുടെ ഉദ്ദേശം നായാട്ട് മാത്രമായിരുന്നോ എന്നും കേശവ മേനോന് സംശയമുണ്ടായിരുന്നു. അങ്ങനെ ആരെയും കുറ്റക്കാരാക്കാതെ ആരെയും ശിക്ഷിക്കാതെ ശബരിമല തീവയ്പ് റിപ്പോർട്ട് ഭരണസിരാ കേന്ദ്രങ്ങളുടെ ഏതോ അലമാരിയിൽ അന്ത്യവിശ്രമം കൊണ്ടു. എന്നാൽ കേശവ മേനോൻ്റെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്ന രീതിയിലുള്ള അടക്കം പറച്ചിലുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി. 2022 കരിമ്പനാൽ കുടുംബത്തിനുണ്ടായ ദുരന്തം ഈ കുടുംബത്തെയും ശബരിമല തീവയ്പ്പിനെയും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാക്കാനിടയായി. ഇന്നിപ്പോൾ കരിമ്പനാൽ കുടുംബത്തിനുണ്ടായ ദുര്യോഗം അവരുടെ കർമ്മഫലമാണ് എന്ന് കരുതുന്ന ഒട്ടനേകം പേരുണ്ട്. പക്ഷെ സത്യം അതിപ്പോഴും നമുക്ക് അറിയില്ല. കർമ്മഫലം തലമുറകൾ കടന്നും നമ്മളെ പിന്തുടരും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും യഥാകാലം റിവാർഡ് ചെയ്യപ്പെടും എന്നും അതൊരു പ്രകൃതിയുടെ സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ആണെന്നും കരുതുന്നവർ അനവധിയുണ്ട്. ഇത് ഏറെക്കുറെ സത്യമാണ് എന്ന് നമുക്ക് ചുറ്റുമുള്ള ചില ആൾക്കാരുടെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തൊക്കെ കൊള്ളരുതായ്മ ചെയ്തിട്ടും ഒന്നും സംഭവിക്കാതെ സുഖവും സന്തോഷവും സമാധാനവുമായി ജീവിക്കുന്ന അനേകം ആൾക്കാർ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അത് ശരിയാണ് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവരുടെ ജീവിതങ്ങളുടെ ഉള്ളിലേക്ക് കടന്നാൽ എന്തൊക്കെ കണ്ടേക്കുമെന്ന് നമുക്കറിയില്ല. നമ്മൾ കാണുന്നതെല്ലാം വിശ്വസിക്കുകയും കാണാത്തതിനെ അവിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് കരുതി കാണാത്തത് ഇല്ല എന്ന് അർത്ഥമില്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.